നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ദേശീയപാത 66 തലപ്പാറ VK പടിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ കാറിടിച്ച് 2 പേർ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കാനിടയാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദേശീയപാതയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ദേശീയപാതയുടെ നിർമ്മാണം മലപ്പുറം ജില്ലയിൽ 99% പൂർത്തിയായി കഴിഞ്ഞതിനാൽ വാഹനങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും അപകട സാധ്യത കൂടുതലാണെന്നും യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും യോഗാധ്യക്ഷനായ ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. വാഹനങ്ങൾ ദേശീയപാതയിൽ പാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം. പാർക്ക് ചെയ്ത വാഹനത്തിൽ ഇടിച്ചാണ് കഴിഞ്ഞ ദിവസം അപകടം സംഭവിച്ചതെന്നും കളക്ടർ പറഞ്ഞു. MLA മാരായ KPA മജീദ്, P അബ്ദുൽ ഹമീദ് എന്നിവരാണ് ജില്ലാ വികസന സമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചത്. ദേശീയപാതയിൽ ക്യാമറ സംവിധാനം ഉൾപ്പെടെ കൃത്യമായ സുരക്ഷാ സംവിധാനം ദേശീയപാത അതോറിറ്റി ഏർപ്പെടുത്തണമെന്ന് KPA മജീദ് MLA ആവശ്യപ്പെട്ടു. എക്സിറ്റ് ബോർഡുകൾ നോക്കാതെ വാഹനങ്ങൾ കയറുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊഴിവാക്കാൻ ക്യാമറ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കേണ്ടത് ആവശ്യമാണെന്നും MLA പറഞ്ഞു. ജില്ലയിൽ ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് 18 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും 5 മരണമുണ്ടായിട്ടുണ്ടെന്നും P ഉബൈദുള്ള MLA ചോദ്യത്തിനു മറുപടിയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. രോഗബാധ തടയുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ 50% കിണറുകളും ക്ലോറിനേഷൻ പൂർത്തിയായിട്ടുണ്ട്. വീട്ടുകാർ വിസമ്മതിക്കുന്നതിനാലാണ് ബാക്കി പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്നത്. ഇതിനായി വ്യാപക അവബോധം നടത്തുന്നുണ്ടെന്നും DMO അറിയിച്ചു. ജില്ലയിൽ കൃത്യമായ ചികിത്സാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും മൈക്രോബയോളജിസ്റ്റിന്റെ സേവനമുള്ള പ്രധാന ആശുപത്രികളിലെല്ലാം രോഗനിർണയം നടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം നിലവിലുണ്ടെന്നും DMO പറഞ്ഞു. ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബ് കോട്ടപ്പടി DD ഓഫീസിന് സമീപം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടിയുടെ പുരോഗതി P ഉബൈദുള്ള MLA പറഞ്ഞു. സ്ഥലത്തിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ NOC ലഭിച്ചിട്ടില്ലെന്നും കേന്ദ്ര ഫണ്ട് നഷ്ടമാവാതിരിക്കാൻ സിവിൽ സ്റ്റേഷനിൽ തന്നെ പബ്ലിക് ഹെൽത്ത് ലാബിന്റെ നവീകരണം പൂർത്തിയായി വരികയാണെന്നും DMO അറിയിച്ചു. വെട്ട ന്യൂസ് മലപ്പുറം.